നമസ്കാരം. നമ്മുടെ പുത്തൻകുരിശിൽ ഒരു പയ്യൻ സൂയിസൈഡ് ചെയ്തതായിട്ടൊരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലേ? ഫേസ്ബുക്കിൽ, ഇന്ന് പേപ്പറിലാതുകൊണ്ടായിരിക്കാം, ഫേസ്ബുക്കിലൊക്കെ വരുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സെൻറ്റ് പീറ്റേഴ്സ് സ്കൂൾ കടയിരിപ്പിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. തീർച്ചയായിട്ടും ഇന്നലെ അതിൻ്റെ ഈ CBSE റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം വെച്ചിട്ടായിരിക്കാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു പെറ്റിനെ വളർത്തണ പോലെയാണ് വളർത്തുന്നത് അല്ലേ? ഒന്നും താങ്ങാനുള്ള ശേഷി അവർക്കില്ല. ഒരുപക്ഷെ സ്കൂളിൻ്റെ പ്രഷറായിരിക്കാം, അല്ലെങ്കിൽ പേരൻസിൻ്റെ പ്രഷറായിരിക്കാം. അപ്പം സ്കൂളിൻ്റെ പ്രഷർ, സ്കൂളുകാർ 100% റിസൾട്ടിന് വേണ്ടി ഓടി നടക്കുന്ന ഈ കാലത്ത് ഇപ്പോഴത്തെ പിള്ളേർക്ക് കുറെയെങ്കിലും താങ്ങാൻ പറ്റാത്ത വിധമുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്കൂളുകളിലൊക്കെ ഒരു കൗൺസിലിംഗ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമായിരിക്കുകയാണ് ഈ കാലത്ത് കേട്ടോ. അല്ലെങ്കിൽ പേരൻസ് ആണെങ്കിലും 100% മാർക്കെന്നും പറഞ്ഞുകൊണ്ട് പുറകെ നടക്കുമ്പോൾ ഇവർക്കത് താങ്ങാനുള്ള ശേഷി ഉണ്ടോ എന്നൊന്നും നോക്കാതെ, അല്ലെങ്കിൽ ഈ പറയുന്ന പേരൻസ് എത്ര മാർക്ക് മേടിച്ചു അവരുടെ സ്കൂൾ ജീവിതത്തിൽ എന്ന് പോലും നോക്കാതെയുള്ള അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത അല്ലേ? ഇപ്പം പയ്യൻ പാവം, നമ്മൾ പെട്ടെന്ന് ഞാനത് കേട്ടപ്പോൾ തന്നെ വളരെ ഷോക്കായിപ്പോട്ടെ. കാരണം നമ്മൾ അറിയൊന്നുമില്ല. എന്നാലും 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ? തീർച്ചയായിട്ടും ഒന്നേ പറയാനുള്ളൂ, ആത്മഹത്യ ആർക്കും ഒന്നിനും ഒരു പരിഹാരമല്ല. അതുപോലെ തന്നെ ഇഷ്ടംപോലെ കൗൺസിലേഴ്സൊക്കെ ഉണ്ട്. അവരെയൊക്കെ വിളിച്ച് നമുക്ക് മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും മോശമായിട്ടുള്ള ഒരു പ്രവണത, ഇങ്ങനെയുള്ള പ്രവണത തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നുമ്പോൾ തന്നെ നിങ്ങൾ അതിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ എടുക്കുക. ആ പാവം പയ്യന് അതെന്തോ ഒരു നിമിഷത്തിൽ ചെയ്തു പോയതായിരിക്കാം അല്ലേ? അല്ലെ അത്ര പ്രഷർ ഉള്ളതുകൊണ്ടായിരിക്കാം. ആ പാവം പയ്യൻ്റെ പ്രണാമം.